ബോച്ചയ്ക്ക് ജാമ്യം ലഭിച്ചതിനെ എങ്ങനെ കാണും? വളരെ സന്തോഷം. ന്യായമായിട്ടുള്ള കാര്യം. അദ്ദേഹത്തിന് കിട്ടേണ്ട നീതി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. തെറ്റ് ചെയ്തിട്ടില്ല, നീതിയാണ്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അന്ന് അതിനെ പ്രതിരോധിച്ചില്ല? ഒരു സ്ത്രീയോട് ഒരു അപമര്യാദ കാണിച്ചെങ്കിൽ അന്നേരം പ്രതികരിക്കണം. അന്നേരം പ്രതികരിക്കാതെ ഇപ്പം എന്തിന് 4-5-6 മാസത്തിന് ശേഷം എന്തിനിപ്പം പ്രതിരോധിക്കുന്നത്? അന്ന് പ്രതിരോധിക്കാൻ സ്ത്രീകൾക്ക് എല്ലായിടത്തും ഗവൺമെൻറ് നല്ല ഇത് തന്നിട്ടുണ്ട്. എന്തുകൊണ്ട് അന്ന് പ്രതിരോധിച്ചില്ല? അത് കഴിഞ്ഞിട്ടുള്ള പല പ്രോഗ്രാമിലും ചിരിച്ചുകൊണ്ട് വന്ന് ഞങ്ങളുടെ ബോച്ചയുടെ കൂടെ നിന്ന് ഡാൻസ് കളിച്ചതല്ലേ, എന്നിട്ട് എന്തിനിങ്ങനെ പ്രതികരിച്ചു? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞങ്ങൾ സ്ത്രീകളാണ്. എന്തിനു ബോച്ചയെ പെടുത്താൻ വേണ്ടി കാശ് മേടിച്ച് ചെയ്താണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സമൂഹത്തിന് ഒന്നടങ്കം വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ തിരിച്ച് ഹണി റോസിനോ മാത്രം വേണ്ടി ഞങ്ങൾ സ്ത്രീകളെല്ലാം കൂടി യുദ്ധം ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങളൊക്കെ എവിടെ? ഞങ്ങൾ പല ജില്ലക്കാരാണ്. തിരുവനന്തപുരം ഉണ്ട്, കൊല്ലം ഉണ്ട്, വയനാടുണ്ട്, അതുപോലെ തന്നെ തിരുപ്പൂരിൽ നിന്ന് പോലും ആൾക്കാർ വന്നിട്ടുണ്ട് ബോച്ചയ്ക്ക് വേണ്ടി. കാസർഗോഡ്, മലപ്പുറം, വയനാട്. പറയാനുള്ളത് ഹണി റോസിന് ശിക്ഷ കൊടുക്കണം. അവൾ ആദ്യം ഇതെല്ലാം കേട്ട് കൂടെ നിന്ന് ചിരിച്ചുകൊണ്ട് പിന്നെ 4 മാസം കഴിഞ്ഞിട്ട് എന്തിനു ശിക്ഷയായിട്ട് വന്നു? 4 മാസം കഴിഞ്ഞപ്പോഴാണോ അവൾക്ക് വിവരം വെച്ചത്? അവൾക്ക് അങ്ങനെ വിവരം ഉണ്ടെങ്കിൽ അത് ആ നിമിഷം പ്രതികരിക്കണമായിരുന്നു. ഇതിന് കൂട്ടുനിന്ന കോടതി, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, ശ്രീ ഹണി റോസിന്റെ വസ്ത്രധാരണം തികച്ചും മോശമായ രീതിയിലുള്ള വസ്ത്രധാരണമാണ്. ഓക്കെ, ഞങ്ങൾക്കെല്ലാം അപമാനമാണ് ഹണി റോസ് അങ്ങനെ വസ്ത്രം ധരിക്കുന്നത്. സ്ത്രീകൾ കൂടി അപമാനമാണ്. അവര് പ്രദർശനത്തിനായിട്ട് വന്നിട്ടല്ലേ ഈ പറയുന്ന നിങ്ങളുമുണ്ട്. നിങ്ങളിൽ ഓരോരുത്തരുടെയും വ്യക്തിഗതത്തിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇല്ലേ? വസ്ത്രസ്വാതന്ത്ര്യം അന്നേരം ഒരു കാര്യമുണ്ട്. വസ്ത്രം ഏതും ധരിക്കാം. പക്ഷെ അന്നേരം വരുന്ന പ്രകോപനങ്ങളെ എതിർക്കാൻ ഈ ചെവി കൂടെ ആ ചെവി കളയാനും പഠിക്കണം. എന്ത് തുണി ഇട്ടോണ്ട് ഇറങ്ങിയിട്ട് പിന്നെ അതിനെ പ്രതിരോധിച്ചു, അതിനെ ആണുങ്ങൾ കുറ്റം പറഞ്ഞു, അതിനെപ്പറ്റി പ്രശ്നം ഉണ്ടാക്കിയെന്നൊന്നും പറയരുത്. അത് പറയരുത്. വസ്ത്രസ്വാതന്ത്ര്യം സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും. അദ്ദേഹം പറഞ്ഞാൽ തെറ്റില്ല എന്നാണ് ഉണ്ട്. പക്ഷെങ്കിൽ അത് ഇട്ടോണ്ട് ഇറങ്ങുന്നവർ ഓർക്കണം, ഇതിനെ സമൂഹമാണ് കാണുന്നതെന്ന്. അതിനെതിരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ വസ്ത്രം ധരിക്കുന്നോണ്ടാണോ, പല തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നോണ്ടാണോ സ്ത്രീകൾക്ക് നേരെ അതിക്രമം ഉണ്ടാകുന്നത്? അതൊരിക്കലും ഞാൻ അങ്ങനെയൊന്നും പറയത്തൊന്നുമില്ല. സ്ത്രീകൾ അങ്ങനെ വസ്ത്രം ധരിക്കുന്നതിനെ പറ്റി ഏത് വസ്ത്രം ധരിക്കുന്നതിന് എനിക്ക് യാതൊരു എതിർപ്പുള്ളതല്ല. അവരവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാം. പക്ഷേ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് സമൂഹത്തിലോട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന അധിക്ഷേപങ്ങളെ, മറ്റുള്ള കാര്യങ്ങളെ അത് അതേപോലെ ആ മൈൻഡിൽ എടുത്ത് കളയാനുള്ള ഒരു വിവേകം കൂടെ ഈ ഇട്ടോണ്ടിറങ്ങുന്ന സ്ത്രീക്ക് ഉണ്ടായിരിക്കണം. പറയുന്ന ആൾ എന്തോ വസ്ത്രം ധരിച്ചു വിചാരിച്ച ഒരാൾ ഒരു വസ്ത്രം ഞാൻ പറഞ്ഞില്ലയോ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു സ്ത്രീയെ നല്ല ഞാൻ പറഞ്ഞത്, സമൂഹത്തിലുള്ള ഏത് സ്ത്രീ ഏത് വസ്ത്രം വേണമെങ്കിലും ഏത് സ്ത്രീക്ക് വേണമെങ്കിലും ധരിക്കാവുന്നതാണ്. പക്ഷെങ്കിൽ ഉടുത്തോണ്ടിറങ്ങുന്ന തുണിയെ പറ്റി മറ്റുള്ളവർ കമന്റ് പറയുമെന്ന് ബോധമുണ്ടായിരിക്കണം സ്ത്രീക്ക്. സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷനല്ല, അത് ആദ്യം മനസ്സിലാക്കണം. ഞാനൊരു സ്ത്രീയാണ്. പുരുഷന്മാരുടെ കൂട്ട് സ്ത്രീകൾക്ക് ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഗവൺമെൻറ് തന്നിട്ടുണ്ട്. പക്ഷേ ഇട്ടുകൊണ്ടിറങ്ങുന്ന ഡ്രസ്സിനെ പറ്റി സമൂഹ മാധ്യമങ്ങൾ സമൂഹങ്ങൾ പലതും പറയും. അതിനെ അതിജീവിക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ ഇട്ടുകൊണ്ടിറങ്ങാവൂ. അതേ ഞങ്ങൾ പറയുന്നുള്ളൂ. അതിനെ അതിജീവിക്കാൻ കഴിവില്ലെങ്കിൽ ആ ഡ്രസ്സ് ഇടരുത്. അതാണ് ഇന്നലെ മുതൽ ഇത് തന്നെയല്ലേ നിങ്ങൾ മമമാധ്യമങ്ങൾ വാതോരാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനിയും വീണ്ടും ഇത് തന്നെ സ്ത്രീകളുടെ വായിൽ നിന്ന് കേൾക്കണമെന്ന് വല്ല ഇതുണ്ടോ? ഇന്നലെ മൊത്തം നിങ്ങൾ ഇത് പറഞ്ഞില്ലേ? 4 മാസം എന്തിനു കാത്തിരുന്നു?